ഹായ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീട്ടിൽ അവിലുണ്ടെങ്കിൽ വൈകുന്നേരത്ത് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഈ ഒരു സ്നാക്ക് ഒരു 5 മിനിറ്റ് മതി ഇത് ചെയ്തെടുക്കാനും. വളരെ ഈസിയാണ്. വളരെ കുറച്ച് സാധനങ്ങൾ മതി. നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ള കളറിലുള്ള അവിലെടുത്തിട്ടുണ്ട്. ഇതൊരു 2 കപ്പാണ് ഒരു ഫ്രൈങ് പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് ഒരു മീഡിയത്തിനും താഴെയായിട്ട് ഫ്ലെയിം വെച്ചേക്കണം. എന്നിട്ടിത് ഒന്ന് നന്നായിട്ട് വറുത്തിട്ടൊന്ന് ക്രിസ്പി ആക്കി എടുക്കാം. ഇതിലേക്ക് ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു സ്നാക്കിന് ഈ വെള്ള കളറിലുള്ള അവിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. കുറച്ച് കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കളർ മാറിപ്പോകണ്ട. ഇതുപോലെ നമ്മുടെ കൈ കൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പാകത്തിന് അത്രയ്ക്ക് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂസൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് കാഷ്യൂനട്ടാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് നട്ട്സാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 കപ്പ് കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചക്കപ്പലണ്ടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതിനി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. ഒരു പിടി ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നല്ലൊരു മണവും ഒരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് തന്നെ മാറ്റാം. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നിറയെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1-2 നുള്ള് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയുടെ അളവ് കൂടി പോകണ്ട, ഒരു ചെറിയൊരു ടേസ്റ്റിന് മാത്രം മതി. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് റെഡിയാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ആൽമണ്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്